ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമുക്കിന്ന് സജ്ജനമാരാണ്, അതേപോലെ സജ്ജനങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം, സത്സംഗ മഹിമ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. കൃപാലുവായിട്ടുള്ളവൻ, ഒരു പ്രാണിയെപ്പോലും ദ്രോഹിക്കാത്തവൻ, എല്ലാം സഹിക്കാൻ ശേഷിയുള്ളവൻ, നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഭഗവത് പ്രസാദമെന്ന് കരുതുന്ന വ്യക്തി, സത്യമാകുന്ന ബലത്തോടു കൂടിയവൻ, കളങ്കമില്ലാത്ത മനസ്സോടു കൂടിയവൻ, എല്ലാത്തിനെയും തുല്യമായിട്ട് കാണാൻ കഴിയുന്നവൻ, ദ്വന്ദ്വങ്ങളെയൊക്കെയും സമമായിട്ട് ദർശിക്കുവാൻ കഴിയുന്നവൻ, നല്ലത് വരുമ്പോൾ അമിതമായിട്ട് ആഹ്ലാദിക്കാതെയും മോശം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദുഃഖിക്കാതെയും സമദർശനത്തിലൂടെ കാര്യങ്ങൾ നടത്തുന്ന വ്യക്തി, അതുപോലെ സർവ്വജനത്തിനും ഉപകാരം ചെയ്യുന്നവൻ, ആഗ്രഹങ്ങൾ കൊണ്ട് കീഴടക്കപ്പെടാൻ കഴിയാത്ത ബുദ്ധിയോടുകൂടിയവൻ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, ലോലമായിട്ടുള്ള മനസ്സോടുകൂടിയവൻ, പരിശുദ്ധൻ, എല്ലാത്തിനോടുമുള്ള സംഘത്തെ ത്യാഗം ചെയ്തവൻ, സർവസംഗ പരിത്യാഗി, ആഗ്രഹങ്ങളില്ലാത്തവൻ, മിതാഹാരി, ശാന്തശീലൻ, സ്വധർമ്മത്തിൽ നിഷ്ഠയുള്ളവൻ, ഇതിനേക്കാളൊക്കെയും ഉപരി എല്ലാ തരത്തിലും സർവാത്മന ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചവൻ, നിശ്ചല ബുദ്ധിയുള്ളവൻ, വളരെ ശാന്തശീലൻ, ആ ഒരു മൗനത്തിലിരിക്കുന്ന വ്യക്തി. അതുപോലെ തന്നെ ഭഗവാൻ തന്നെയാണ് ഏറ്റവും വലിയ ഭഗവാന് മാത്രമേ ആ ശരണാഗതി നൽകാൻ കഴിയൂ എന്ന് കരുതി എല്ലാ തരത്തിലും ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ച വ്യക്തിയുമാണ്. അത്രയും ഉത്തമനായിട്ടുള്ള ആളാണ് സജ്ജനൻ. ഇനി ഈ സജ്ജന സംഘം കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്, അതിൻ്റെ മാഹാത്മ്യം പറയുന്നുണ്ട്. നമ്മൾ യോഗം ചെയ്യുന്നു, സാഖ്യം, ധർമ്മം, സ്വാധ്യായം, തപസ്, ത്യാഗം, ദാനം, വ്രതങ്ങൾ, യജ്ഞങ്ങൾ, മന്ത്രം ജപിക്കുന്നു, തീർത്ഥസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുന്നു, യമനിയമങ്ങളൊക്കെ പാലിക്കുന്നു. ഇതിനേക്കാളൊക്കെയും ഭഗവാനെ വശീകരിക്കുവാൻ ഉതകുന്നത് സജ്ജന സംസർഗമാണെന്ന് ഭഗവാൻ ഉപദേശിക്കുകയാണ്. അങ്ങനെ എല്ലാ സംഘങ്ങളെയും നമുക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റുന്നതാണ് സജ്ജന സംസർഗം. പലതരം അസുരന്മാർ, രാക്ഷസന്മാർ, മൃഗങ്ങൾ, പക്ഷികൾ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, നാഗങ്ങൾ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, മനുഷ്യരിലുള്ള വൈശ്യർ, ശൂദ്രർ, സ്ത്രീകൾ, ചണ്ടാളന്മാർ, ഇവരൊക്കെയും അതേപോലെ തന്നെ രജസ്സും തമസും ഇങ്ങനെയുള്ള ഈ ഗുണങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ പോലും, ഇതൊക്കെ ആയിരുന്നു പലരുടെയും പ്രകൃതിയെങ്കിൽ പോലും സജ്ജന സംസർഗം കൊണ്ട് ഓരോ യുഗത്തിലും ഭഗവാന്റെ സ്ഥാനത്തെ അവർ പ്രാപിച്ചിട്ടുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞു തരികയാണ്. വൃത്രാസുരൻ, മഹാബലി, ബാണാസുരൻ, മയൻ, വിഭീഷണൻ, അതുപോലെ സുഗ്രീവൻ, ഹനുമാൻ, ജാംബവാൻ, ഗജേന്ദ്രൻ, ജടായു, കച്ചവടം ചെയ്യുന്നവർ, കുബ്ജ, ഗോകുലത്തിലെ ഗോപികമാർ, യജ്ഞപത്നിമാർ, ഇവരൊക്കെ, അതുപോലെ ധാരാളം വേറെയും പല ആൾക്കാരും ഭഗവാന്റെ ആ ഒരു വിഷ്ണുപദത്തെ പ്രാപിച്ചിട്ടുള്ളവരാണ്. ഭഗവാൻ പറയാണ്, ഇവരൊന്നും വേദാധ്യയനം ചെയ്തവരല്ല, വലിയ മഹാന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെ ഉപാസിച്ചവരല്ല, വ്രതങ്ങളും തപസ്സുകളും ഒന്നും അനുഷ്ഠിച്ചവരല്ല, സത്സംഗം കൊണ്ട് മാത്രം ഭഗവാനെ പ്രാപിച്ചവരാണ്. വീണ്ടും ധാരാളം ഉദാഹരണം ഭഗവാൻ കൊടുക്കുകയാണ്. ഗോപികമാർ, ഗോകുലത്തിലെ പശുക്കൾ, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, ഇവരൊക്കെയും, അതുപോലെ തന്നെ കാളിയൻ പോലെയുള്ള മൂഢാത്മാക്കളായിട്ടുള്ളവർ, നാഗങ്ങൾ, സിദ്ധന്മാർ, ഇവരൊക്കെയും ഭഗവാനെ ഇങ്ങനെ ശ്രവണം ചെയ്തും സ്മരണം ചെയ്തും കീർത്തനം ചെയ്തുമൊക്കെ ക്ഷണനേരം കൊണ്ട് തന്നെ ഭഗവാനെ പ്രാപിച്ചു. അപ്പോൾ എത്ര പ്രയത്നിക്കുന്നവരാണെങ്കിൽ പോലും സാഖ്യയോഗം കൊണ്ടോ ദാനം കൊണ്ടോ വ്രതാനുഷ്ഠാനം കൊണ്ടോ തപസ്, യാഗങ്ങൾ ഇവ കൊണ്ടോ, വ്യാഖ്യാനങ്ങൾ പറയോ, വേദാധ്യയനം ചെയ്യുക, സന്യാസമോ, ഇതൊന്നും ചെയ്താൽ പോലും ഭഗവാനെ പ്രാപിക്കാൻ പറ്റുന്നില്ല. എന്നാൽ
സത്സംഗം കൊണ്ട് വേഗം തന്നെ നമുക്ക് ആ സത്സംഗം കൊണ്ടാണ് നമ്മുടെ ഉള്ളിലൊരു നിസ്സംഗത ഉണ്ടാകുന്നത്. ആ നിസ്സംഗത്വം വന്നിട്ട് നമുക്ക് ആ ഒരു എല്ലാത്തിനോടുമുള്ള കാമം അങ്ങ് അവസാനിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാനോടുള്ള ശരണാഗതിയാവും നമ്മുടെ മുന്നിൽ. അപ്പോൾ അത്രമാത്രമാണ് സജ്ജന സംസർഗം എന്ന് പറയുന്നത്. ആ ശ്രവണത്തിലൂടെയും അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടും അവരുമായിട്ടുള്ള ചേർച്ചയിലൂടെയും ഒക്കെയും നമ്മുടെ ചിത്തം ശുദ്ധീകരിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും മനഃശുദ്ധി ഉള്ളിടത്ത് ഭഗവാൻ വിളങ്ങും. അത്രമാത്രമാണ് സജ്ജന സംസർഗത്തിൻ്റെ അല്ലെങ്കിൽ സത്സംഗത്തിൻ്റെ മഹാത്മ്യം. ഹരി ഓം തത്സത്. നന്ദി, നമസ്കാരം.